പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രത്യേകമായ ഒരു വിഷയമായിട്ടാണ് നേച്ചർ ലൈഫ് ടി വിയിൽ ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാറിയതിൻ്റെ സന്തോഷവുമായി തിരുവനന്തപുരം ജില്ലക്കാരനായ വിജയൻ്റെ അനുഭവം നേച്ചർ ലൈഫ് ടി വിയിൽ നൽകിയിരുന്നു. കായംകുളത്തിനും അടൂരിനുമിടയിലുള്ള വെട്ടിക്കോട് നേച്ചർ ലൈഫിലെ ചികിത്സയ്ക്കിടയിലാണ് അദ്ദേഹം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. എൻ്റെ ആരോഗ്യ പ്രശ്നം, എനിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. അത് 57 വയസ്സായപ്പോഴാണ് എനിക്ക് തുടക്കം. അന്ന് മരുന്ന് കൊണ്ട് ഒരു പരിധി വരെ നിൽക്കാം, ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 11 ദിവസമായിട്ട് ഇവിടെ വന്നു. ഈ 11 ദിവസമായിട്ട് നമ്മുടെ പ്രകൃതി രീതികൾ ചെയ്തു തുടങ്ങിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മാറ്റങ്ങൾ എനിക്ക് വളരെ വളരെ മാറ്റങ്ങളുണ്ട്. ഈ 13 വർഷത്തിനിടയിൽ ഈ യൂറിൻ പോകുന്നത്, വേദനയില്ലാതെ മൂത്രം പോകുന്നത് ഇപ്പോഴും മാത്രമാണ്. അതേ തുടർന്ന് ധാരാളം പേർ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. ചിലരെങ്കിലും എന്നെയും വിളിച്ചു. വളരെ വ്യാപകമായി തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങൾ ഒരുവിധമുള്ള മുതിർന്ന പുരുഷന്മാരെല്ലാം അനുഭവിക്കുന്നുണ്ട്. ദുരിതമാണ്. ഇന്ന് പ്രോസ്റ്റേറ്റിൻ്റെ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങളെ വ്യക്തിപരമായി കണ്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ രോഗത്തിനുള്ള ഒരു ചികിത്സയായിട്ട് പറയുന്നതല്ല. നിങ്ങൾ മദ്യപിക്കുമോ, എത്രത്തോളം വറുത്തുമൊരിച്ചത് കഴിക്കും, മരുന്നുകൾ ഏതൊക്കെ കഴിക്കുന്നുണ്ട്, മറ്റു രോഗങ്ങൾ എന്തൊക്കെയുണ്ടെന്നറിയാതെ ഈ പറയുന്നത് ഒരു പരിഹാരമായിട്ട് നേരെ കയറി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വിവേകത്തോടെ വേണം. നിങ്ങൾക്ക് സഹായമായിട്ട് നേച്ചർ ലൈഫിൽ ഡോക്ടർമാരെ ഒന്ന് കണ്ട് കൃത്യമായി ചർച്ച ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ മുന്നറിയിപ്പ് തരികയാണ്, ഇത് കൃത്യമായ ഒരു ചികിത്സാ നിർദ്ദേശങ്ങളല്ല, പൊതുവായ പഠന പരിപാടിയാണ്. ഏതായാലും ഇന്ന് അല്പം വിശദമായി തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റിനെ കുറിച്ച്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച്, പ്രോസ്റ്ററ്റൈറ്റിസിനെ കുറിച്ച് വിശദമായി തന്നെ പറയാമെന്ന് കരുതുന്നു. സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിയുന്ന പുരുഷന്മാരിൽ ഈ പ്രയാസങ്ങൾ കണ്ടുവരാറുണ്ട്. 50 കഴിഞ്ഞാൽ പ്രത്യേകിച്ചും, 60 കഴിഞ്ഞാൽ പറയുകയും വേണ്ട. പക്ഷേ ഈയിടെയായി 10-30 വയസ്സുള്ള ചെറുപ്പക്കാർ വരെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസമെന്ന് പറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് നേച്ചർ ലൈഫിൽ കണ്ടുവരുന്നത്. നമുക്കിവിടെ എന്താണ് ഈ പ്രയാസം, നിലവിലുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്, കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ഊന്നി നിന്നുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അല്പം നീണ്ടു പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ദുരിതം അനുഭവിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏതായാലും ജാഗ്രതയോടെ കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കും ഈ പ്രയാസം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വരാതിരിക്കാൻ, വന്നിരിക്കുന്നവരിൽ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല എങ്കിലും എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് വീട്ടമ്മമാർ അറിഞ്ഞാൽ വീട്ടിൽ പുരുഷന്മാർക്ക് ഈ ദുര്യോഗം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ സാധിക്കും. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാൽ മാറാൻ പ്രയാസമുള്ള ദുസ്ഥിതികൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ തുടങ്ങേണ്ടതാണ്. അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക്, വീട്ടച്ഛന്മാർക്കും ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. BPH എന്നാണ് പൊതുവെ പ്രോസ്റ്റേറ്റ് വീക്കത്തെ പറയാറുള്ളത്. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ് ഒരു മെയിൽ ഹോർമോൺ, പുരുഷ ഹോർമോൺ ഉണ്ട്. പുരുഷന്മാർക്ക് ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാക്കുന്നതും പുരുഷലിംഗത്തെ ഉദ്ധാരണത്തിലേക്ക് എത്തിക്കുന്നതും ബീജത്തിൻ്റെ
ഉൽപാദനവും വിതരണവും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ് ടെസ്റ്റോസ്റ്ററോൺ. അതിൻ്റെ ഉപോൽപ്പന്നമായി ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ് മറ്റൊന്നുകൂടിയുണ്ട്. DHT എന്നാണ് അതിനെ പറയുക. പ്രായം ചെന്നവരിൽ ഈ DHT കൂടുതലായിട്ടുണ്ടാകും. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വരും. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാവാം. പ്രായം ചെല്ലും തോറും ടെസ്റ്റോസ്റ്ററോൺ കുറയുമ്പോൾ ഈസ്ട്രജൻ അതിനനുസരിച്ച് കുറയാതെ വരും. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറയുകയും ഈസ്ട്രജൻ കുറയാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈസ്ട്രജൻ കൂടി നിൽക്കുന്നൊരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതോടെ കോശങ്ങളുടെ പ്രോസ്റ്റേറ്റിലെ കോശങ്ങളുടെ വിഭജനം കൂടുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ്, അതേപോലെ പ്രോസ്റ്റാറ്റൈറ്റിസ്, അത് ഇൻഫ്ലമേഷനാണ്, നീര് വെക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അതിപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണമാകാനിടയുള്ള കുറേ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ചാലും അസുഖം മാറണമെന്നില്ല എന്നൊരു ഭാഗമാണ് അതിൻ്റെ ശാസ്ത്രീയമായ തലത്തിൽ ഇപ്പോഴുള്ളത്. ശരിയായ ഒരു മരുന്നോ പരിഹാരമോ ശരിയായ ഒരു ചികിത്സയോ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും കാരണമറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാലും ഒരു രോഗത്തെയും ചികിത്സിക്കാതിരിക്കാൻ ഒരു ചികിത്സാ ശാഖയ്ക്ക് പറ്റില്ലല്ലോ. മരുന്നില്ല എന്ന് പറയുമ്പോഴും അവർ നിരവധി മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അത് ലക്ഷണത്തിനുള്ള മരുന്നാണ്, അത് കൂടാതിരിക്കാനുള്ള മരുന്നാണ്, ഇങ്ങനെയുള്ള നുണകൾ അവർ വിളമ്പുകയും ചെയ്യും. ഏതായാലും പ്രോസ്റ്റേറ്റ് തകരാറുകളുടെ പ്രധാന കാരണമായി പറയുന്നത് ഏജിങ് ആണ്, പ്രായം കൂടുന്നതാണ്. അതിനെ ഒരു കാരണമെന്ന് പറയാൻ പറ്റുമോ? പാടുണ്ടോ? പാടില്ലാത്തതാണ്. പ്രകൃതി ജീവനത്തിൽ അതൊരു വിഷയമേ അല്ല. പ്രായം കൂടാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിയാത്തത് അത് നിങ്ങളുടെ പ്രായം കൂടുന്നതിൻ്റെയാണ്, തകരാറ് നിങ്ങളുടേതാണ്. ഇങ്ങനെ കുറ്റാരോപണം മുഴുവനും, കാരണ ആരോപണം മുഴുവനും രോഗിയുടെ തലയിൽ വയ്ക്കുക എന്നുള്ളത് ഒരു പൊതുവായ ഒരു രീതിയാണ് അലോപ്പതിക്ക്. രണ്ടാമത്തത് ഹോർമോണൽ ഷിഫ്റ്റ്സ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ്, വ്യത്യാസങ്ങളാണ്. അതിപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി പല ഹോർമോണുകളുടെയും പ്രൊഡക്ഷനുകളിൽ പ്രായം ചെല്ലുന്നതോടെ വ്യത്യാസങ്ങൾ വരും. അതിനനുസരിച്ച് ജീവിത രീതികളിൽ വ്യത്യാസം വരുത്താൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. പിന്നെ പറയുന്നത് കുടുംബ പശ്ചാത്തലമാണ്, പാരമ്പര്യമാണ്, ജനിതക പ്രത്യേകതയാണ്. അതിലും രോഗിക്കൊന്നും ചെയ്യാനില്ല. രോഗി നിസ്സഹായയാണ് അല്ലെങ്കിൽ നിസ്സഹായനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ചികിത്സകനും രക്ഷപ്പെട്ടു, അത് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആണ്, അത് നിങ്ങളുടെ ജീനിൻ്റെ പ്രത്യേകതയാണ്. മാറാത്തതിന് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം നിങ്ങളുടെ തന്നെയാണ്. പിന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വരുന്നത്, ജീവിത രീതിയുടെ നിർണായകമായ സ്വാധീന ഘടകങ്ങൾ. ജീവിത രീതിയാണോ എല്ലാം, ജീവിത രീതി അല്ലാത്തതൊന്നുമില്ല. അപ്പോൾ തെറ്റായ ജീവിത രീതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പൊണ്ണത്തടി, അമിതവണ്ണം, പൊണ്ണത്തടി, അതിന് കാരണമായ നിങ്ങളുടെ ഭക്ഷണക്രമം, പാനീയങ്ങളുടെ ക്രമം, നിങ്ങൾ വിശ്രമമില്ലാത്ത, അധ്വാനത്തിന് ഭാഗ്യമില്ലാത്ത, നാവ് കൊണ്ട് ഇരപിടിക്കുന്ന ഒരു ജീവിയാണോ നിങ്ങളുടെ ജീവിത രീതി? അതിൽ നിർണായകമായ ഒരു ഘടകമാണ്. ചലനങ്ങളില്ലാതെ മാംസപേശികളെല്ലാം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയിലാണോ? ചലനങ്ങളില്ലാത്തതിനാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡ്സും കോശദ്രവ്യങ്ങളും രക്തവുമൊക്കെ ചലനമില്ലാത്ത, ഓട്ടമില്ലാത്ത, കെട്ടിക്കിടന്ന് ദുഷിക്കുന്ന ഒരവസ്ഥയിലാണോ? അത് നിർണായകമാണ്. അതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി, നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. അതുപോലെ ചില അണുബാധകൾ കാരണമായിട്ട് അവർ പറയുന്നുണ്ട്.
UTI എന്ന് പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവാം. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ മെറ്റബോളിക് ഫങ്ഷൻ എല്ലാം തകരാറിലാണ്. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തകരാറ് വരാം. അത് പ്രോസ്റ്റേറ്റിനെയും ബാധിക്കാം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നതും ശരിയായ രക്തത്തിൻ്റെ സഞ്ചാരത്തിൽ തകരാറുണ്ടാക്കി പ്രോസ്റ്റേറ്റിൻ്റെ തകരാറിലേക്ക് നയിക്കാം. നിങ്ങളുടെ നാഡീഞരമ്പുകൾക്ക് കേടുവന്നിട്ടുണ്ടെങ്കിൽ, നാശം വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചില മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കല്ലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങളുടെ രക്തസഞ്ചാരത്തിന്, രക്തക്കൊഴലുകൾക്ക്, നിങ്ങളുടെ നാഡീഞരമ്പുകൾക്ക് അപകടങ്ങളിലൂടെ, സർജറിയിലൂടെ ഒക്കെ പരിക്കുണ്ടാകാം. സർജറിയിൽ പല നാഡീഞരമ്പുകളും മുറിഞ്ഞു പോവാം. അങ്ങനെയുള്ള തകരാറുകൾ പ്രോസ്റ്റേറ്റിന് പ്രയാസങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ മാനസിക സംഘർഷം. ആധുനിക ജീവിതത്തിൽ മാനസിക സംഘർഷം അത് വലിയൊരു രോഗമാണെന്ന് ആരും അറിയാത്തൊരു രോഗമാണ്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, പഠിച്ച് തീർക്കാൻ സാധിക്കുന്നില്ല, പഠിച്ചത് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല, കളിക്കാൻ സമയമില്ല, റിലാക്സേഷൻ ഒട്ടുമില്ല, കഴിക്കുന്ന ആഹാരവും സ്ട്രെസ് കൂട്ടുന്നതാണ്. മാർക്ക് കൂടുതൽ മേടിക്കാൻ വേണ്ടി കുട്ടികളെ ഉന്തി പഠിപ്പിക്കുന്ന, പരീക്ഷകളുടെ റിസൾട്ട് നോക്കിയിരിക്കുന്ന അച്ഛനും അമ്മമാരും സ്ട്രെസ് കൂട്ടുന്നവരാണ്. അധ്യാപകരുടെ കാര്യം പറയും വേണ്ട. പല കുട്ടികൾക്കും സ്കൂൾ ഒരു പേടി സ്വപ്നമാണ്. അടിച്ചും ഉന്തിയും തള്ളിയുമൊക്കെയാണ് പല കുട്ടികളെയും സ്കൂളുകളിലേക്ക് വിടുന്നത്. ആ സ്കൂളൊന്ന് കഴിഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ജോലി കിട്ടാത്തതിൻ്റെ സംഘർഷം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആധുനിക ജോലികൾ അതിലേറെ സംഘർഷം. ടാർഗറ്റ് തികയ്ക്കാൻ കഴിയാതെ വിമിഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ. ഈ ടാർഗറ്റിൻ്റെ കമ്പൽഷനിൽ, മാനസിക അസ്വസ്ഥതകളിൽ വീണ് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേര്. സാമ്പത്തികമായ പരാധീനതകൾ പറയാനുമില്ല. ഈ മാനസികമായ സംഘർഷങ്ങൾ, അതുപോലെ ഈ ആധുനിക കാലത്ത് മനുഷ്യ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, തകർച്ചകൾ, പാളിച്ചകൾ, തെറ്റുകൾ, ഇതെല്ലാം വലിയ മാനസികമായ സംഘർഷത്തിലേക്ക് മനുഷ്യനെ നയിക്കും. ഇപ്പോൾ നമ്മുടെ ശബരിമല കൊള്ളക്കാർ അനുഭവിച്ചു കൂട്ടുന്ന മാനസിക സംഘർഷം ഓർത്താൽ പരമദയനീയമാണ്, കഷ്ടമാണ്. തെറ്റ് ചെയ്തിട്ടാണ്, പക്ഷെ തെറ്റ് ചെയ്താലും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ മുടികളെ നരപ്പിക്കാൻ, കറുത്ത മുടി നരപ്പിക്കാൻ ചെറുപ്പക്കാരിൽ വരെ പര്യാപ്തമാണ്. അറ്റാക്ക് വരുത്താൻ സാധ്യമാണ്. നിരവധി തരത്തിലുള്ള രോഗങ്ങളിലേക്ക് ഈ സംഘർഷം അവരെ കൊണ്ടുപോയി ഇടാൻ സാധ്യതയുണ്ട്. ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് മാനസിക സംഘർഷങ്ങൾ. ഏതായാലും അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെയും തീർച്ചയായും ബാധിക്കും. ഇവരാരും ശാസ്ത്രീയമായി പറയാത്ത ചില കാരണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും പ്രോസ്റ്ററ്റൈറ്റിസിനും പിന്നിലുണ്ട്. അതിൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസം തുടങ്ങുമ്പോൾ തന്നെ പലരും വിറയ്ക്കുന്നത്, പേടിക്കുന്നത്, ഉറക്കത്തിൽ പോലും ഞെട്ടി എഴുന്നേൽക്കുന്നത് ക്യാൻസർ ആകുമോ എന്ന് പേടിച്ചിട്ടാണ്. പ്രോസ്റ്റേറ്റ് തകരാറുകളും ക്യാൻസറും തമ്മിൽ അങ്ങനെ ചേർത്ത് വെച്ച് പേടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ക്യാൻസർ ചികിത്സാ മാഫിയ. അത് തെറ്റാണ്. പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഗവേഷകർ നല്ലൊരു ശതമാനവും പറയുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്നതാണ്. അപൂർവമായിട്ടുണ്ടാകുന്നതാണെങ്കിൽ പോലും പ്രകൃതി ജീവനത്തിൽ ഇന്നേ വരെ 1-2 പേർക്ക് മാത്രമേ പരാജയമുണ്ടായിട്ടുള്ളൂ. അല്ലാതെ സുഖമായി തന്നെ മാറിപ്പോകുന്നതാണ്. മൂത്രത്തിലൂടെ രക്തമൊഴുകുന്ന പ്രോസ്റ്റേറ്റ് പ്രയാസമുള്ളവരും വളരെ എളുപ്പത്തിൽ നേച്ചർ ലൈഫിലൂടെ സുഖപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേര് കോട്ടയം ജില്ലയിലെ ജോൺ മുതുകാടാണ്. 70 വയസ്സിനപ്പുറത്ത്, 75 വയസ്സിലാണ്
അദ്ദേഹത്തിന് മൂത്രത്തിലൂടെ രക്തം പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധിയായ ആളുകളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലും പ്രകൃതി ജീവനത്തിലൂടെ മാറ്റിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഏതായാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തകർച്ചയ്ക്ക്, എൻലാർജ്മെൻറ്റിന്, ക്യാൻസറിനൊക്കെ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഈ പറഞ്ഞതിൽ ചിലതിനെയെല്ലാം പ്രായം ചെന്നു എന്ന് പറഞ്ഞു. ആ പ്രായം ചെന്നതിൻ്റെ കൂടെ ഇതുകൂടിയായാൽ, അമിതവണ്ണമുണ്ട്, അതോടൊപ്പം ഇതുകൂടെ ആയാൽ എന്ന രീതിയിൽ രോഗകാരണത്തെ ഇരട്ടിപ്പിക്കുന്നത്, അത് 10 ഇരട്ടിയാണോ 20 ഇരട്ടിയാണോ എന്ന് പറയാൻ സാധിക്കില്ല. ആ ഒരു പ്രധാനപ്പെട്ട കാരണം കച്ചവട ചികിത്സകർ മറച്ചു വയ്ക്കും. ഒരിക്കലും അവരത് തുറന്നു പറയില്ല. അതിന് കാരണം പ്രോസ്റ്റേറ്റിൻ്റെ പല തകരാറുകൾക്കും പിന്നിൽ അവരുടെ മരുന്നുകൾ തന്നെയാണ് എന്നുള്ളതാണ്. ജലദോഷത്തിന് മുതൽ മാനസിക രോഗത്തിന് നൽകുന്ന മരുന്നുകൾ വരെ പ്രോസ്റ്റേറ്റിനെ തകരാറിലാക്കുന്നവയാണ്, പ്രോസ്റ്റേറ്റ് വീക്കമുണ്ടാക്കുന്നവയാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഉണ്ടാക്കുന്നവയാണ്. പല മരുന്നുകളും ഹോർമോൺ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നവയാണ്. അല്ല എങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ തകരാറുകളെ പെട്ടെന്ന് തന്നെ ഗുരുതരമായ രീതിയിൽ കൂട്ടുന്നവയാണ്. പ്രോസ്റ്റേറ്റിനെയും യൂറിനറി ബ്ലാഡറിൻ്റെ കഴുത്തിനെയും എല്ലാം ടൈറ്റൻ ചെയ്യുന്നവയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയുടെ വേഗം കൂട്ടുന്ന, കോശങ്ങളുടെ വളർച്ച വേഗം കൂട്ടുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി. ലൈംഗിക ശേഷി കുറഞ്ഞതായി ഡോക്ടറെ അടുത്ത് പരാതിപ്പെടുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറവാണ്, നിങ്ങൾക്കും ബോധ്യപ്പെടും. അത് കൂട്ടാനായിട്ട് ചില അത്ഭുത മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ പ്രോസ്റ്റേറ്റ് കോശങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്കം വല്ലതും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഈ മരുന്നുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് 13% ദുസ്വാധീനം നൽകുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, സ്റ്റിറോയിഡ് മരുന്നുകൾ, ഈ പ്രെഡ്സിലോൺ, വൈസിലോൺ എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. വളരെ മോശം മരുന്നുകളാണ്. ഒരുവിധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രമേഹം ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകൾ പ്രോസ്റ്റേറ്റിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാക്കുന്നവയാണ്, അതിനെ തടിപ്പിക്കുന്നവയാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കുന്നവയാണ്. ഈ മരുന്നുകൾ ആൽഫ റിസപ്റ്റേഴ്സിനെ ഉത്തേജിപ്പിക്കും. അതോടെ പ്രോസ്റ്റേറ്റും മൂത്രാശയത്തിൻ്റെ കഴുത്തും ഒന്ന് ചുരുങ്ങും. അതോടെ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ വീഴും. ഡീകൺജസ്റ്റൻസ് ഉണ്ട്. മൂക്കടപ്പൊക്കെ മാറ്റാൻ, കഫക്കെട്ട് മാറ്റാൻ അത്ഭുത മരുന്നുകളാണ്. കാരണം എന്തുകൊണ്ടായിക്കോട്ടെ അതൊന്നും അറിയണ്ട, ഞങ്ങൾ തരുന്ന ഡീകൺജസ്റ്റൻ്റ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. കാരണം അവിടെ വഷളാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ മെച്ചമാണ് ഭാവിയിലുണ്ടാകുക. പിന്നെ എന്തിന് ഞങ്ങളതൊക്കെ നോക്കണം? ഞങ്ങളിപ്പോൾ നിങ്ങൾ വരുന്ന കാര്യം അങ്ങോട്ട് മാറ്റിത്തരും. അതുകൊണ്ട് കൂടുതൽ കുഴപ്പമുണ്ടായാൽ അപ്പോഴും ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ വരുമാനം. ഡീകൺജസ്റ്റൻസിൽ സ്യൂഡോഎഫെഡ്രീൻ, സുഡാഫെഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, ഫിനൈലെഫ്രീൻ, സുഡാഫെഡ് PE എന്ന് പറയുന്ന മരുന്നുകൾ, ഓക്സിമെറ്റാസോലിൻ, എഫ്രീൻ എന്നൊക്കെ പറഞ്ഞ് മൂക്കിൽ സ്പ്രേ ചെയ്യുന്നവ, ഇവയെല്ലാം പ്രോസ്റ്റേറ്റിന് തകരാറുണ്ടാക്കും. ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാക്കും. നിങ്ങൾ ആലോചിക്കും, നമ്മൾ മൂക്കിലൊന്ന് വലിക്കുന്ന, മൂക്കിനെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഒരു സാധനം വേറെ കുഴപ്പമുണ്ടാക്കുമോ? പ്രോസ്റ്റേറ്റിന് മാത്രമല്ല, ശ്വാസകോശത്തിനും രക്തത്തിനും ഹൃദയത്തിനുമൊക്കെ കേടുണ്ടാക്കുന്നവയാണ്. ആൽഫ അഗോണിസ്, മെത്തോസാമിൻ, ഈതേലെഫ്രീൻ. ഇനി നമ്മുടെ മൂത്രാശയത്തെ, ബ്ലാഡറിനെ ദുർബലമാക്കുന്ന മരുന്നുകളുണ്ട്. അതോടെ മൂത്രം മുഴുവനും പോവാത്തൊരവസ്ഥയായി മൂത്രാശയത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നതൊരവസ്ഥ ഉണ്ടാകും. പ്രോസ്റ്റേറ്റിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേർക്ക് ഈ പ്രയാസമാണ്. ആൻറ്റി കോളിനർജിക് എന്ന് പറയുന്ന
ഒരു ഫലം കൂടെ ഈ മരുന്നുകൾക്കുള്ളത് കൊണ്ട് മൂത്രാശയത്തെ ചുരുങ്ങാനുള്ള കഴിവിലേക്ക് നയിക്കുന്ന മാംസപേശികളെ അത് ദുർബലമാക്കും. ആന്റിഹിസ്റ്റമിൻസ് ആണ് അതിലൊരു വില്ലൻ മരുന്ന്. ഡൈഫെൻഹൈഡ്രമീൻ, ബെനാഡ്രൈവ് എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. ക്ലോർഫെനിരാമീൻ, ഡോക്സിലാമീൻ, യൂണിസോം എന്നെല്ലാം പറയുന്ന മരുന്നുകൾ. ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്, TCAs എന്ന് പറയും. അമിട്രിപ്റ്റൈലിൻ, നോട്രിപ്റ്റൈലിൻ, ഡോക്സെപ്പിൻ, ആന്റി മസ്കരിനിക്സ്, അത് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ബാഡർ പ്രോബ്ലത്തിന് നൽകി വരുന്ന മരുന്നുകളാണ്. അത് നേരെ റിവേഴ്സ് അടിച്ച് പ്രശ്നം ഉണ്ടാക്കും. ഓക്സിബ്യൂട്ടാപ്പിൻ, ടോൾട്ടറോഡൈൻ, സോളിഫെനാസിൻ, അതിൻ്റെ എല്ലാം ബ്രാൻഡ് നെയിമായിട്ട് ഡ്രൈറ്റോപാൻ, ഡെട്രോൾ. ഡെറ്റോൾ വേറെയുണ്ട്, ഡെട്രോളും ഉണ്ട്. മരുന്ന് കടയിൽ നിൽക്കുന്ന 10ാം ക്ലാസ് 4 പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാവാത്ത ഒരാളുടെ അടുത്ത് ഡെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എഴുതിയ ഡോക്ടർമാരുടെ എഴുത്ത് തലവര പോലെ ഇരിക്കും. അത് കാണിച്ചു കഴിഞ്ഞാൽ ഡെറ്റോളിന് പകരം ഡെട്രോളും, ഡെട്രോളിന് പകരം ഡെറ്റോളും ഒക്കെ കൊടുത്താൽ അങ്ങനെ പല പേരുകളും മാറിപ്പോകുന്നത് കൊണ്ട്, സാമ്യമുള്ളവയായതുകൊണ്ട് ധാരാളം പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വെസിക്കെയർ, അങ്ങനെയുള്ള മരുന്നുകൾ. അതുപോലെ മസിൽ റിലാക്സൻസ് ഉണ്ട്. സൈക്ലോബെൻസാപ്രൈൻ, ഫെക്സിമിറ്റ്, ഓഫെനാഡ്രൈൻ. ഇനി ആൻറ്റി സൈക്കാട്രിക് ഡ്രഗുകളുണ്ട്. വിഷാദത്തിന്, സ്ക്രിസോഫാനിയയ്ക്ക്, ടെൻഷനൊക്കെ തരുന്ന, കൺഫ്യൂഷൻ, ഹാലുസിനേഷൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലൊക്കെ കിട്ടുന്ന മരുന്നുകളിൽ നല്ലൊരു പങ്കും പ്രോസ്റ്റേറ്റിനെ തകരാറിലാക്കുന്നവയാണ്. ഇനിയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന, തകരാറിലാക്കുന്ന വില്ലന്മാരായിട്ടുള്ള അലോപ്പതി മരുന്നുകളിൽ ഡൈയൂററ്റിക്സ് പെടുന്നുണ്ട്. കൂടി നിൽക്കുന്ന BP തരുന്ന മരുന്നുകൾ, നീരുവീഴ്ച മാറ്റാൻ, മൂത്രം കൂടുതൽ പോകാൻ വേണ്ടി തരുന്ന മരുന്നുകൾ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓരോരോ ചാനലുകൾ ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫലമായി നിങ്ങളുടെ BP കുറയുന്നത്, ഷുഗർ കുറയുന്നത്, അങ്ങനെ പലതരത്തിലുള്ള മന്ത്രവാദ പ്രയോഗങ്ങൾ, സൂത്രപ്പണികൾ അലോപ്പതിക്കാർ കാണിച്ചു തരും. ഈ ചാനൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള കുഴപ്പം പുറകെ നിങ്ങൾക്ക് വരും. സാരില്ല, അപ്പോഴും അവിടെ ചെന്നാൽ മതി, മരുന്നൊക്കെ തരും. ഇൻഹിബിറ്റേഴ്സ് പലതും ഇൻഹിബിറ്റ് ചെയ്ത്, ബ്ലോക്ക് ചെയ്ത്, ബീറ്റ ബ്ലോക്ക് ചെയ്ത് ഹാർട്ടിൻ്റെ കാര്യം അവർ കഷ്ടമാക്കി തരും, തലച്ചോറിൻ്റെ കാര്യം കഷ്ടമാക്കി തരും, രക്തയോട്ടത്തിൻ്റെ കാര്യം കുഴപ്പമാക്കി തരും. പുറകെയുള്ള കുഴപ്പങ്ങൾക്ക് നല്ല ചികിത്സ അവിടെയുണ്ട്. 10,000ങ്ങൾ അതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുടക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ICUവിൽ കയറി കിടക്കാനുള്ള ഭാഗ്യമില്ലാത്തവർ ശാസ്ത്രീയരല്ലല്ലോ. ഒരു MRI സ്കാനിങ് പോലും എടുത്തിട്ടില്ല, പെറ്റ് സ്കാൻ എടുത്തിട്ടില്ല, ഡോഗ് സ്കാൻ എടുത്തിട്ടില്ല, കാറ്റ് സ്കാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സിന് കുറവല്ലേ? അതുകൊണ്ട് ഒന്നുകൂടെ കേട്ട് ഞെട്ടാൻ തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ വേദനകൾക്കും പനിക്കും ജലദോഷത്തിനും ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കുമൊക്കെ കഴിക്കുന്ന മരുന്നുകൾ, നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, NSAIDs എന്ന് പറയും, ആ മരുന്നുകളും പ്രോസ്റ്റേറ്റിനെ തകരാറിലാക്കുന്നവയാണ്. ഇതൊക്കെ വ്യാപകമായി മനുഷ്യർ കഴിക്കുന്നതാണ്. ഒരു 10, 40, 50 വയസ്സെത്തുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 100 ഗുളികയെങ്കിലും ഇതെല്ലാം കഴിക്കാത്ത ആളുകൾ നമ്മളുടെ ഇടയിൽ കുറവായിരിക്കും. ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങൾ പുരുഷന്മാരിൽ വ്യാപകമായി കണ്ടുവരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നേച്ചർ ലൈഫിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ 2 ആഴ്ചത്തെ മിനിമമായ താമസത്തിൽ ക്ലെൻസിങ് ആണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് മലബന്ധമുണ്ടോ, ഗ്യാസ് ട്രബിൾ ഉണ്ടോ, പൈൽസ് ഉണ്ടോ, ഫിസ്റ്റുലയുണ്ടോ, ഇൻഡൈജഷൻ ഉണ്ടോ, അത് ശരിയായ രീതിയിൽ പരിഹരിക്കാതെ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന് മാത്രം ചികിത്സിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ നന്നാവില്ല. നിങ്ങളുടെ യൂറിനറി പ്രോബ്ലം, മൂത്രാശയ സംബന്ധമായ പ്രയാസങ്ങളും എല്ലാം മാറുക തന്നെ വേണം. അതിൻ്റെ ഭാഗമായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് കുറച്ചുകൂടെ സമയം എടുത്തിട്ട് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായി ശരീരത്തെ ശുദ്ധീകരിക്കണം. അതിന് നേച്ചർ എനിമയുണ്ട്, ഭക്ഷണവും ആ രീതിയിൽ ക്രമീകരിച്ചാണ് തരിക, ശരിയായ ശോധന ഉറപ്പാക്കാൻ. അതുകൂടാതെ
അടിവയറ്റിൽ ചെയ്യുന്ന പാക്കുകളുണ്ട്. അത് വെജിറ്റബിൾ പാക്കുകളുണ്ട്, മഡ് പാക്കുണ്ട്, വെറ്റ് പാക്കുണ്ട്. ഇങ്ങനെയുള്ള നിരവധി രീതികൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ശരീരത്തിൻ്റെ ഹീലിംഗ് സിസ്റ്റത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നവ കൂടെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ രാത്രിക്കൂട്ടങ്ങൾ, പാട്ടുപാടിയും നൃത്തമാടിയും ആനന്ദിക്കാൻ കഴിയുന്ന രാത്രിക്കൂട്ടങ്ങളുണ്ട്. എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ കൂടിയ പ്രയാസങ്ങൾ ഏതാനും നാളുകൾ കൊണ്ട് കുറച്ചെടുത്ത് സാവധാനം നേരെയാകാൻ സാധിക്കും. കഴിയുന്നതും മരുന്നുകളും ഓപ്പറേഷനുകളും ഒഴിവാക്കാനുള്ള സഹായമാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇനിയും കുറേയേറെ പറയാനുള്ളത് കൊണ്ട് നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് നേച്ചർ ലൈഫ് TV കാണാൻ കഴിയുന്നതാണ്.